ഹലോ, എല്ലാവർക്കും നമസ്കാരം. 10ാം ക്ലാസ് മാത്സിൻ്റെ ഓണം പരീക്ഷാ സ്പെഷ്യൽ 200 ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യത്തെ 4 ചാപ്റ്ററിൽ നിന്നുള്ള കൂടുതൽ ആഴത്തിലും പല ആശയങ്ങൾ സംയോജിപ്പിച്ചതുമായ 16 മുതൽ 30 വരെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഇതാണ് 16ാമത്തെ ചോദ്യം. സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക Sn സമം 2n² പ്ലസ് n ആയാൽ ഇതിൻ്റെ പൊതുവ്യത്യാസം എത്ര? അപ്പോൾ കൂട്ടുകാരെ, ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തുകയുടെ ബീജഗണിത രൂപം Pn² പ്ലസ് Qn ആണെങ്കിൽ നമ്മുടെ പൊതുവ്യത്യാസം D എന്ന് പറയുന്നത് 2p ആയിരിക്കും. n²ൻ്റെ ഗുണകം, n²ൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ പൊതുവ്യത്യാസം D സമം 2 ഇൻറ്റു ഇത് Pn² പ്ലസ് Qn, അതിൽ P 2ആണ്. അപ്പം നമുക്കിവിടെ 2 D സമം 4 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ ഇത് ഓർത്തു വെക്കുക. ആദ്യത്തെ n പദങ്ങളുടെ തുക Sn-ൻ്റെ ബീജഗണിത രൂപം Pn² പ്ലസ് Qn ആയാൽ പൊതുവ്യത്യാസം D സമം 2p ആയിരിക്കും. ഇത് ഓർത്തു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് 17ാമത്തെ ചോദ്യം നോക്കിയാലോ. 17ാമത്തെ ചോദ്യം ഒരു ജ്യാമിതീയ സാധ്യതയിലെ ഒരു മാർക്ക് ചോദ്യമാണ്. കേന്ദ്രകോൺ 90 ഡിഗ്രി ആയ ഒരു വൃത്തഭാഗത്ത് കണ്ണടച്ചൊരു കുത്തിട്ടാൽ അത് ആ വൃത്തഭാഗത്തിലാകാനുള്ള സാധ്യത എത്ര? അപ്പോൾ ഒരു വൃത്തത്തിൻ്റെ ആകെ കേന്ദ്രകോൺ എത്രയാണ്? 360 ഡിഗ്രി. ടോട്ടൽ സെൻട്രൽ ആംഗിൾ ഈസ് 360 ഡിഗ്രി. ഇവിടെ വൃത്തഭാഗത്തിൻ്റെ കേന്ദ്രകോൺ സെൻട്രൽ ആംഗിൾ 90 ഡിഗ്രിയാണ്. അതിനാൽ പ്രോബബിലിറ്റി സാധ്യത 90/360 ഡിഗ്രി. അപ്പം നമുക്ക് 1/4 ഓപ്ഷൻ സി. ഓക്കെ, അപ്പോൾ ഇതിൽ ഓർക്കേണ്ട കാര്യം വൃത്തത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ ആകെ തുക 360 ഡിഗ്രിയാണ്. The total central angle is 360 ഡിഗ്രി. ഇവിടുത്തെ കേന്ദ്രകോണ് 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് 90/360 1/4. ഓക്കെ, പതിനെട്ടാമത്തെ ചോദ്യം. പഞ്ചഭുജത്തിൻ്റെ കോണുകൾ ഒരു സമാന്തര ശ്രേണിയിലാണ്. ഇതിലെ നടുവിലത്തെ മൂന്നാമത്തെ കോണിൻ്റെ അളവ് എത്ര? The angles of a pentagon are in AP, arithmetic sequence. What is the measure of its middle angle? അപ്പോ കൂട്ടുകാരെ, പഞ്ചഭുജം അതായത് പെൻറ്റഗൺ, അതിലെ കോണുകളുടെ ആകെ തുക കാണാൻ നമുക്കൊരു സമവാക്യം ഉണ്ട്. എന്താണെന്ന് ഓർമ്മയുണ്ടോ? അത് ഇതിൽ
പഞ്ചഭുജം, പെന്റഗൺ എന്ന് പറയുമ്പോൾ അതിൽ 5 വശങ്ങളാണ് ഉള്ളത് അല്ലേ? അല്ലെങ്കിൽ 5 ബിന്ദുക്കൾ ആണുള്ളത്, 5 വെർട്ടിസസ് ആണുള്ളത്, 5 വശങ്ങൾ. അപ്പോൾ വശങ്ങളുടെ എണ്ണം -2 ഇൻറ്റു 180. അതാണ് പഞ്ചഭുജത്തിലെ കോണുകളുടെ തുക. 5 വശങ്ങൾ -2 ഇൻറ്റു 180. അപ്പോൾ 3 ഇൻറ്റു 180 540. പഞ്ചഭുജത്തിന്റെ കോണുകളുടെ തുക, സം ഓഫ് ആംഗിൾസ് ഓഫ് പെന്റഗൺ 540. ഇനി ഇതൊരു സമാന്തര ശ്രേണിയിലാണെന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ഇൻ അരിത്മെറ്റിക് സീക്വൻസ്. അതുകൊണ്ട് ആദ്യത്തെ 5 പദങ്ങളുടെ തുകയായിരിക്കും 540. തുടർച്ചയായ 5 പദങ്ങളുടെ തുക 540 ആണെങ്കിൽ നമുക്ക് എന്തെഴുതാം? 5 ഇൻറ്റു മധ്യപദം. മധ്യപദം എന്ന് പറയുന്നത് x1, x2, x3, x4, x5. ഇതിലെ മധ്യപദം x3 ആണ്. അപ്പോൾ 5 ഇൻറ്റു x3 540 എന്നെഴുതാം. ഇതിൽ നിന്നും x3, അതായത് മൂന്നാം പദം, മിഡിൽ ടേം, 540/5. അത് നമുക്ക് 108 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്കിവിടെ n വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക n-2 ഇൻറ്റു 180. അത് ഓർക്കുക. ഓക്കെ, ദ സം ഓഫ് angles of a polygon with n vertices, അത് n-2 ഇൻറ്റു 180. പിന്നെ നമുക്ക് അറിയേണ്ടത് എന്താണ്? സമാന്തര ശ്രേണിയിലെ 5 തുടർച്ചയായ 5 പദങ്ങളുടെ തുക അറിയാമെങ്കിൽ 5 ഇൻറ്റു മധ്യപദം, നടുവിലെ പദം, സമം ആ തുകയായിരിക്കും. ആ രണ്ടും ഉപയോഗിച്ച് നമുക്ക് ഇത് കണ്ടെത്താം. ഓക്കെ, ഇനി 19ാമത്തെ ചോദ്യം നോക്കൂ. പതിനൊന്നാം പദത്തിന്റെയും 21ാം പദത്തിന്റെയും തുക 80. അപ്പൊ നമുക്കിവിടെ സമാന്തര ശ്രേണി അരിത്മെറ്റിക് സീക്വൻസിലെ 11 x11 പ്ലസ് x21 80 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ 16ാമത്തെ പദം എത്ര, x16 എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൂട്ടുകാരെ, ഇവിടെ ഈ 11ഉം 21ഉം ഒന്ന് കൂട്ടി നോക്കൂ. അപ്പൊ നമുക്ക് 32 കിട്ടും. അതെന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ട പദത്തിന്റെ സ്ഥാനമാണല്ലോ. അത് 32ന്റെ പകുതിയല്ലേ? അതുകൊണ്ട് നമുക്കറിയാം 2 പദങ്ങളുടെ തുക 80 ആണെങ്കിൽ അവയുടെ സ്ഥാനങ്ങളുടെ തുകയുടെ പകുതി, അപ്പോൾ 16, അതെന്തായിരിക്കും? തുകയുടെ പകുതിയായിരിക്കും. അപ്പൊ നമുക്കിവിടെ x16 എന്തെഴുതാം? 80/2 എന്നെഴുതാം. ഓക്കെ, 11ാം പദവും 21ാം പദവും കൂട്ടിയാൽ 16ാം പദത്തിന്റെ 2 മടങ്ങ് കിട്ടും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിൽ നിന്നും നമുക്ക് x16 എന്ത് കിട്ടും? 40 എന്ന് കിട്ടും. ഓക്കെ, the sum of 11th term and 21st term equal to twice the sum of 16th term. So 2 into x16 equal to 80 and x16 equal to
40. ഇനി 20ാമത്തെ ചോദ്യം എന്താണ്? 1 മുതൽ 20 വരെയുള്ള സംഖ്യകൾ, അതിൽ നിന്നും ഒന്നെടുത്താൽ, അപ്പോൾ ഇവിടെ ടോട്ടൽ ആകെ സംഖ്യകൾ 20. ഇനി അത് 3ന്റെ ഗുണിതമാകാനുള്ള സാധ്യത. അപ്പോൾ 1 മുതൽ 20 വരെയുള്ള സംഖ്യകൾ നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതി വെക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 3ന്റെ ഗുണിതമാകാനുള്ള സാധ്യത. ഇതിൽ 3ന്റെ ഗുണിതകൾ ഏതൊക്കെയാണ്? 3, 6, 9, 12, 15, 18. ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 6 എണ്ണം. 1, 2, 3, 4, 5, 6. അപ്പോൾ 3ന്റെ ഗുണിതമാകാനുള്ള സാധ്യത, പ്രോബബിലിറ്റി ദാറ്റ് മൾട്ടിപ്പിൾ ഓഫ് 3, 6 ആകെ 20. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3/10 എന്ന് കിട്ടും. ഓക്കെ. ഇനി 2ാമത്തെ ഭാഗം എന്താണ്? 4ന്റെ ഗുണിതമാകാനുള്ള സാധ്യത. ഇതിൽ 4ന്റെ ഗുണിതങ്ങൾ ആരൊക്കെയാണ്? 4, 8, 12, 16, 20. 1, 2, 3, 4, 5. അപ്പോൾ 5 എണ്ണം. പ്രോബബിലിറ്റി, സാധ്യത 5/20, 1/4. 3ന്റെയും 4ന്റെയും ഗുണിതമാകാനുള്ള സാധ്യത. അപ്പൊ രണ്ടും മാർക്ക് ചെയ്ത് എത്ര ഉണ്ട് നോക്കൂ. രണ്ടും മാർക്ക് 3ന്റെയും 4ന്റെയും ഗുണിതമാവണമെങ്കിൽ ആകെ ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് 3ന്റെയും 4ന്റെയും ഗുണിതമാകാനുള്ള സംഖ്യകൾ 12, എണ്ണം 1. അപ്പോൾ സാധ്യത 1/20. ഓക്കെ. ഇനി ഇത് നമുക്ക് വേറൊരു രീതിയിൽ കൂടി കാണാം. 3ന്റെയും 4ന്റെയും ഗുണിതമാകാനുള്ള സാധ്യത എന്ന് ചോദിച്ചാൽ നമുക്ക് 3ന്റെയും 4ന്റെയും പൊതുവായ ചെറിയ ഗുണിതം, ലസാഗു, അതായത് LCM, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ നോക്കുക. അപ്പോൾ 3, 4 ഈ സംഖ്യകളുടെ ഏറ്റവും ചെറിയ പൊതുഗുണിതം എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ ഈ ശ്രേണിയിൽ 12ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി. മൾട്ടിപ്പിൾ ഓഫ് 12 നോക്കിയാൽ മതി. അത് 12 മാത്രമാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 1/20 എന്ന് കിട്ടും. ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം. ഇവിടെ സമചതുരത്തിൽ അന്തർലേഖനം ചെയ്തിരിക്കുന്ന വൃത്തം, അതിൽ കുത്തു വീഴാനുള്ള സാധ്യത. A circle is inscribed inside a square. If a dot is placed at random, what is the probability that it falls inside the circle? അപ്പോൾ കൂട്ടുകാരെ, ഈ ചിത്രത്തിൽ ഞാൻ എന്ത് ചെയ്യാണ്? വൃത്തത്തിന്റെ ആരം R എന്നെടുക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് മധ്യബിന്ദുവിൽ നിന്നും ഇങ്ങോട്ടേക്കുള്ളത് R. ഓക്കെ. അപ്പോൾ വൃത്തത്തിന്റെ ആരം, റേഡിയസ് ഓഫ് സർക്കിൾ ഈസ് R. അപ്പൊ ഇവിടെ ഇത് നോക്കൂ,
ഇതെന്തായിരിക്കും? ഇത് വൃത്തത്തിന്റെ വ്യാസം, ഡയാമീറ്റർ ആണ്. അപ്പൊ ഇത് 2r. ഈ 2r ആണല്ലോ നമ്മുടെ സമചതുരത്തിന്റെ നീളം. അപ്പോൾ സമചതുരത്തിന്റെ വശം സൈഡ് ഓഫ് സ്ക്വയർ ഈക്വൽ ടു r പ്ലസ് r 2r. ഇനി സമചതുരത്തിന്റെ പരപ്പളവ്, ഏരിയ ഓഫ് സ്ക്വയർ, സൈഡ് ഇൻറ്റു സൈഡ്. അപ്പൊ നമുക്ക് 2r ഇൻറ്റു 2r, 2 ഇൻറ്റു 2 4, r ഇൻറ്റു r, r സ്ക്വയർ, 4r സ്ക്വയർ. r റേഡിയസ് ഉള്ള വൃത്തത്തിന്റെ പരപ്പളവ്, ഏരിയ, പൈ r സ്ക്വയർ ആണെന്ന് അറിയാം. വൃത്തത്തിന്റെ പരപ്പളവ്, ഏരിയ ഓഫ് സർക്കിൾ, പൈ r സ്ക്വയർ. ഇനി നമ്മുടെ കണ്ടുപിടിക്കേണ്ട കാര്യം എന്താണ്? കുത്തിട്ടാൽ അത് അകത്താകാനുള്ള സാധ്യത, പ്രോബബിലിറ്റി ദാറ്റ് ഡോട്ട് ഫോൾസ് ഇൻസൈഡ് ദ സർക്കിൾ. അപ്പോൾ അത് സർക്കിളിന്റെ ഏരിയ ബൈ സ്ക്വയറിന്റെ ഏരിയ. അപ്പോൾ പൈ ആർ സ്ക്വയർ ബൈ 4r സ്ക്വയർ. r സ്ക്വയറും r സ്ക്വയറും വെട്ടിപ്പോയി പൈ ബൈ 4 എന്ന് കിട്ടും. ഓക്കെ, ഈ പൈക്ക് നമുക്ക് 3.141 എന്നുള്ള വാല്യൂ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഏകദേശം 0.785 ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇത് മതി, പൈ ബൈ 4 മതി. ഇനി നമുക്ക് 22ാമത്തെ ചോദ്യം നോക്കാം. ഇത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൂഫാണ്. 5, 8, 11 എന്ന സമാന്തര ശ്രേണിയിൽ അരിത്മെറ്റിക് സീക്വൻസിൽ പൂർണ്ണവർഗങ്ങൾ, പെർഫെക്റ്റ് സ്ക്വയർ ഒന്നും ഉണ്ടായിരിക്കില്ല എന്ന് തെളിയിക്കുക. അത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ബീജഗണിത രൂപം, ആൾജിബ്രിക് ഫോം. ആൾജിബ്രിക് ഫോം എഴുതാൻ എന്താ വേണ്ടത്? xn സമം dn പ്ലസ് f മൈനസ് d. ഓക്കെ, ഇനി ഒന്നാം പദം 5 ആണ്, f 5 ആണ്. പൊതുവ്യത്യാസം d, കോമൺ ഡിഫറൻസ് d. 8 മൈനസ് 5 എത്ര കിട്ടി? 3 എന്ന് കിട്ടി. ഇനി നമുക്ക് xn എന്തെഴുതാം? 3n പ്ലസ് 5 മൈനസ് 3, 3n പ്ലസ് 2. ഓക്കെ, അപ്പൊ നമുക്കിവിടെ സമാന്തര ശ്രേണി, അരിത്മെറ്റിക് സീക്വൻസിന്റെ ബീജഗണിത രൂപം, ആൾജിബ്രിക് ഫോം 3n പ്ലസ് 2 എന്നെഴുതി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ശ്രേണിയിലെ എല്ലാ പദങ്ങളെയും 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 കിട്ടും. All terms leave remainder 2 when divided by 3. ഓക്കെ, ഇനി കൂട്ടുകാർക്ക് ഒരു കാര്യം ഓർമ്മയുണ്ടെങ്കിൽ എളുപ്പം ചെയ്യാം. ഏതൊരു പൂർണ്ണവർഗത്തെയും 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 1 ആയിരിക്കും. 2 ഒരിക്കലും ആവില്ല. A perfect square leaves a remainder either 0 or 1 when divided by 3. ഏതൊരു പൂർണ്ണവർഗത്തെയും 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 അല്ലെങ്കിൽ 1 മാത്രമേ വരൂ, 2 വരില്ല. അതുകൊണ്ട് ഈ ശ്രേണിയിൽ എന്തുണ്ടാവില്ല? പൂർണ്ണവർഗങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെ പ്രൂവ് ചെയ്യാം. ഇനി ഇത് ഓർമ്മയില്ല എങ്കിൽ നമുക്ക് വേറെ രീതിയിൽ ചെയ്യാം, എളുപ്പത്തിൽ ചെയ്യാം.
അതെങ്ങനെയെന്ന് വെച്ചാൽ എന്നാം പദത്തിന്റെ ബീജഗണിത രൂപം 3n+2 ആണ്. ഇനി നമുക്ക് ഇതിന്റെ വർഗം സ്ക്വയർ xn², അതെന്താണ് നോക്കൂ, 3n+2ന്റെ സ്ക്വയർ, അത് a+b² a² 3n² പ്ലസ് 2 ഇൻറ്റു 3n ഇൻറ്റു 2 പ്ലസ് 2ന്റെ സ്ക്വയർ. അത് നമുക്ക് എങ്ങനെ എഴുതാം? 9n² പ്ലസ് 2 ഇൻറ്റു 3 6, 6 ഇൻറ്റു 2 12n പ്ലസ് 4 എന്ന് എഴുതാം. ഓക്കെ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇപ്പോൾ xnന്റെ പൊതുരൂപം 3n+2 എന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 3 കൊണ്ട് ഹരിച്ചാൽ എന്താണ് ശിഷ്ടം കിട്ടുക എന്ന് നോക്കണം. അപ്പോൾ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0, 1, 2 ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇതിനെ മാറ്റി എഴുതുകയാണ്. 9n² പ്ലസ് 12n പ്ലസ് 3+1. ഇത് നമുക്ക് 3നേക്കാൾ ചെറുതാവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തു. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഇത് ആദ്യത്തെ 3 പദങ്ങളിൽ നിന്നും 3 പൊതുവായി എടുത്താലോ? 3 ഇൻറ്റു ഇവിടെ 3n² പ്ലസ് 3 ഇൻറ്റു 4 12, 4n പ്ലസ് 3 കഴിഞ്ഞാൽ 1 പ്ലസ് 1. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊരു പൂർണ്ണസംഖ്യ, ഒരു എണ്ണൽ സംഖ്യ, ഒരു ഇൻറ്റിജർ ആയിരിക്കും. അത് നമുക്ക് m എന്ന് പേര് കൊടുക്കാം. അപ്പോൾ xn² എന്ന് പറയുന്നത് 3m+1 എന്ന രൂപത്തിലാണ്. അതായത് xn²നെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ശിഷ്ടം 1 ആണ് കിട്ടുന്നത്, റിമൈൻഡർ 1 ആണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, xnന്റെ പൊതുരൂപം 3n+2ഉം xn²ന്റെ പൊതുരൂപം 3m+1ഉം ഇത് തുല്യമല്ല. ഓക്കെ, അതായത് ഇവിടെ 3നെ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ച് 1 ആണ് കൂട്ടേണ്ടത്, ഇവിടെ 3നെ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ച് 2 ആണ് കൂട്ടേണ്ടത്. ഇവിടെ വ്യത്യാസം വന്നതുകൊണ്ട് നമുക്ക് xn² പൂർണ്ണവർഗങ്ങൾ ഒന്നും ഈ സമാന്തര ശ്രേണിയിൽ ഇല്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ നോ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആർ ഇൻ ദി സീക്വൻസ്. ഓക്കെ, ഈ രണ്ട് രീതിയിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം നോക്കൂ. ഇവിടെ എ ബി വ്യാസമായ അർദ്ധവൃത്തത്തിൽ, അപ്പോൾ എ ബി ഡയാമീറ്റർ ആണ്, അങ്ങനെയുള്ള ഒരു അർദ്ധവൃത്തം, അതാണ് എ സി ബി, സെമി സർക്കിൾ ആണ് എ സി ബി, അതിലുള്ള ഒരു പോയിന്റ് ആണ് സി. ഇനി ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? കോൺ സി എ ബി 30 ഡിഗ്രി, സി എ ബി 30 ഡിഗ്രി എന്നിവിടെ കാണാം. അങ്ങനെയെങ്കിൽ കോൺ എ സി ബി എത്ര? എ സി ബി ഇതെത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെത്രയാണ്? നമ്മൾ ഓർക്കുക, അർദ്ധവൃത്തത്തിലെ ഒരു കോൺ മട്ടകോണായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ആയതുകൊണ്ട് കോൺ എ സി ബി 90 ഡിഗ്രി. ആംഗിൾ ഇൻ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി. അതുകൊണ്ട് കോൺ എ സി ബി 90 ഡിഗ്രി കിട്ടി. കോൺ എ ബി സി എത്ര? ഇത് 90. കോൺ എ ബി സി എളുപ്പമാണല്ലോ. ഒരു ത്രികോണത്തിലെ 3 കോണുകളും കൂട്ടിയാൽ 180 കിട്ടണം. അപ്പോൾ നമുക്ക് 90 + 30 120, 180ൽ നിന്നും അത് കുറച്ചാൽ നമുക്ക് 60 ഡിഗ്രി. അപ്പോൾ 60 ആയിരിക്കും
കോൺ എ ബി സി. കോൺ എ ബി സി ഈക്വൽ ടു 180 മൈനസ് 90 പ്ലസ് 30. 180 മൈനസ് 120 60. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ചെയ്യാൻ ഒരു കാര്യം ഓർക്കാനുണ്ട്. നമുക്ക് എ സി ഈസ് ടു ബി സി ഈസ് ടു എ ബി വശങ്ങളുടെ അംശബന്ധം കാണുക. റേഷ്യോ ഓഫ് എ സി ബി സി ആൻഡ് എ ബി. കൂട്ടുകാരെ, ഇത് കാണാൻ വേണ്ടി നമുക്ക് ഒരു കാര്യം ഓർക്കണം. ഒരു ത്രികോണത്തിലെ കോണുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആയാൽ ഇവയുടെ എതിർവശങ്ങളുടെ അംശബന്ധം 1:√3:2 ആയിരിക്കും. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, കോണുകൾ ആംഗിൾസ് 30:60:90 ആയാൽ എതിർവശങ്ങളുടെ അംശബന്ധം റേഷ്യോ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് 1:√3:2 ആയിരിക്കും. ഇത് ഓർത്ത് വെക്കണം. ഒരു ത്രികോണത്തിലെ 3 കോണുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആയാൽ അവയ്ക്ക് എതിരെ കിടക്കുന്ന വശങ്ങളുടെ അംശബന്ധം 1:√3:2 ആയിരിക്കും. ഓക്കെ, 1√3ന്റെ വില 1.71 ആണ്. 2. ഇത് ഓർത്ത് വെക്കുക. ഇതെങ്ങനെ കിട്ടിയെന്ന് നമുക്ക് ആദ്യം ഇതിന്റെ ഉത്തരം എഴുതിയതിന് ശേഷം നമുക്ക് പറയാം. അപ്പോൾ കൂട്ടുകാരെ, ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ 30 ഡിഗ്രി, അതിനെതിരെ കിടക്കുന്നത് ആരാണ്? ബി സി ആണ്. ബി സി ഈസ് ടു 60ന്റെ എതിരെ കിടക്കുന്നത് എ സി. എ സി ഈസ് ടു 90-നെതിരെ കിടക്കുന്നത് ആരാണ്? എ ബി. ഇതെന്തായിരിക്കും? 1:√3:2. നമുക്കിവിടെ കാണേണ്ടത് എ സി ഈസ് ടു ബി സി ഈസ് ടു എ ബി ആണ്. അതുകൊണ്ട് ഇതിനെ മാറ്റി എഴുതണം. എ സി എന്ന് പറയുന്നത് √3, ബി സി ആദ്യത്തേത് 1, എ ബി 2. അപ്പോൾ ഇവ തമ്മിലുള്ള അംശബന്ധം √3:1:2 ആണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഒരു ത്രികോണത്തിലെ കോണുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആയാൽ അവയുടെ എതിരെയുള്ള വശങ്ങളുടെ അംശബന്ധം 1:√3:2 ആണ് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അത് നോക്കാം. അതിനു വേണ്ടി കൂട്ടുകാരെ, നമ്മൾ എ ബി സി എന്ന ഒരു സമഭുജ ത്രികോണം, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എടുക്കുക. ഓക്കെ, ഇതിൽ എല്ലാ കോണുകളും 60 ഡിഗ്രി ആണല്ലോ. ഇത് 60 ഡിഗ്രി, ഇവനും 60 ഡിഗ്രി, ഇവനും 60 ഡിഗ്രി. ഓക്കെ, ഇനി എന്ത് ചെയ്യാ? സമഭുജ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം 2a, 2a, 2a എന്നെടുക്കുക. ഞാൻ എളുപ്പത്തിന് 2a എന്നെടുത്തു. എന്ത് വേണമെങ്കിലും എടുക്കാം. ഏതെടുത്താലും നമുക്ക് കിട്ടാൻ പോകുന്ന അവസാന ഉത്തരം ഒരേപോലെ ആയിരിക്കും. ഇനി സമഭുജ ത്രികോണത്തിൽ ഒരു മൂലയിൽ നിന്നും എതിർവശത്തിലേക്ക് വരയ്ക്കുന്ന ലംബരേഖ വശത്തെ സമഭാഗം ചെയ്യും. A line drawn from the vertex of equilateral triangle to opposite side
perpendicular line bisects the third side. ആ ഒരു കോൺസെപ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇവിടെ എയിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പോവുകയാണ്. അതായത് എന്താണ്? സമഭാഗം ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമുക്കിവിടെ ഇതാ നോക്കൂ, ഇങ്ങനെ കിട്ടി. ഇതിന്റെ മധ്യബിന്ദു എന്താണ്? നമുക്ക് പി എന്നെടുക്കാം. ഓക്കെ. അപ്പൊ കൂട്ടുകാരെ, ഇവിടെ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് സമഭുജ ത്രികോണത്തിൽ മൂലയിൽ നിന്നും എതിർവശത്തേക്ക് വരയ്ക്കുന്ന ലംബം പെർപെൻഡിക്കുലർ, അതിനെ മൂന്നാമത്തെ വശത്തെ സമഭാഗം ചെയ്യും. ദ പെർപെൻഡിക്കുലർ ലൈൻ ഡ്രോൺ ഫ്രം ദി വെർട്ടെക്സ് ടു ദ ഓപ്പോസിറ്റ് സൈഡ് ബൈസെക്ട്സ് ഇറ്റ്. ഓക്കെ. അപ്പൊ നമുക്കിവിടെ ബി പി സമം പി സി എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് ഇത് എ ആയിരിക്കും, ഇത് എ ആയിരിക്കും. ഓക്കെ. ഇനി ഇവിടെ നമുക്ക് എന്താണ്? ഇത് ലംബരേഖയായതുകൊണ്ട് ഇത് 90 ഡിഗ്രി, ഇതും 90 ഡിഗ്രി. ഇനി നമുക്ക് എ പിയുടെ നീളം എന്താണ്? എ ബി പി ഒരു മട്ടത്രികോണമാണ്, റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പൊ നമുക്ക് പൈത്തഗോറസ് സിദ്ധാന്തം ഉപയോഗിക്കാം. പൈത്തഗോറസ് സിദ്ധാന്തം ഉപയോഗിക്കുമ്പോൾ എ പി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ മൈനസ് ബി പി സ്ക്വയർ. അപ്പൊ നമുക്ക് എ ബി 2a സ്ക്വയർ മൈനസ് ബി പി എ സ്ക്വയർ. അപ്പൊ നമുക്കിവിടെ 2ന്റെ സ്ക്വയർ 4, എയുടെ സ്ക്വയർ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പൊ ഇവിടെ 3a സ്ക്വയർ. അപ്പൊ എ പി എന്ത് കിട്ടും? എ പി സമം √3. 3ന്റെ റൂട്ട് √3, എ സ്ക്വയറിൻ്റെത് എ എന്ന് കിട്ടും. ഇനി നമുക്ക് 30 ഡിഗ്രി, ഇവിടെ ശ്രദ്ധിക്കൂ, ഇത് 60 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. അപ്പോൾ ഈ ചെറിയ ഭാഗം 30 ഡിഗ്രി. 30 ഡിഗ്രിക്ക് എതിരെ കിടക്കുന്നത് ബി പി. 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ഇതിനെതിരെ കിടക്കുന്നത് നമുക്ക് 30 ഡിഗ്രിക്ക് എതിരെ കിടക്കുന്നത് ബി പി ഈസ് ടു 60-നെതിരെ കിടക്കുന്നത് ആരാണ്? ഇതാണ് എ പി ഈസ് ടു 90-നെതിരെ കിടക്കുന്നത് എ ബി. അതെന്താണ് നോക്കൂ, ബി പി എ ഈസ് ടു എ പി. ഇപ്പൊ നമ്മൾ കണ്ടുവച്ചു √3a ഈസ് ടു എ ബി. എ ബി 2a. ഇനി ഇവിടെ നമുക്ക് എന്താണ്? 3 ഇതിൽ നിന്ന് എ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് ഇവിടെ ബി പി ഈസ് ടു എ പി ഈസ് ടു എ ബി എന്ന് പറയുന്നത് 1:√3:2 എന്ന് കിട്ടും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഒരു ത്രികോണത്തിന്റെ കോണുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ഇവയായാൽ അവയ്ക്ക് എതിരെ കിടക്കുന്ന വശങ്ങളുടെ അംശബന്ധം 1:√3:2 ആണ്. ഓക്കെ. ഇത് ഓർത്താൽ നമുക്ക് ഇത് എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് 24-ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ?
ഇതാ 24-ാമത്തെ ചോദ്യം. ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് നമ്മുടെ ഡൈസ് അല്ലെങ്കിൽ പകിട ഉരുട്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ നമ്മൾ രണ്ട് പകിടകൾ ഒരേ സമയം ഉരുട്ടുന്നു. നമ്മൾ പാമ്പും കോണിയും കളിക്കുന്ന സമയത്ത് പകിട ഉരുട്ടുന്നത് ഓർമ്മയില്ലേ? അതുപയോഗിക്കാം. അപ്പോൾ ഇവിടെ രണ്ട് പകിടകൾ ഉരുട്ടുന്നു. ഒന്നാമത്തെ പകിടയിൽ വരുന്ന സംഖ്യകൾ 1, 2, 3, 4, 5, 6. രണ്ടാമത്തതിലും 1, 2, 3, 4, 5, 6. അപ്പോൾ ഇവിടെ ആകെ എത്ര ജോഡികൾ കിട്ടും? ഒന്നാമത്തെ ഡൈസിൽ 1 വന്നാൽ രണ്ടാമത്തെ ഡൈസിൽ നമുക്ക് 1, 2, 3, 4, 5, 6 സാധ്യതകളുണ്ട്. അങ്ങനെ ഓരോന്നിനും 6 സാധ്യതകൾ. അപ്പോൾ 6 × 6 36 ജോഡികളായിരിക്കും ആകെ ഉണ്ടാവുക. Total outcomes equal to 6 × 6, that is 36. ഇനി ബി പാർട്ട്. മുഖത്തെ സംഖ്യകൾ തുല്യമാകാനുള്ള സാധ്യത. ഈ ഡൈസിന്റെ മുകളിൽ വരുന്നത് രണ്ടും ഒരേ ഡിജിറ്റ് ആവാനുള്ള സാധ്യത എത്രയാണ്? അപ്പോൾ ഏതൊക്കെയായിരിക്കും? 1, 1, 2, 2, 3, 3, 4, 4, 5, 5, 6, 6. തുല്യ അക്കങ്ങൾ, സെയിം ഡിജിറ്റ്സ്. അപ്പോൾ ഇവിടെ എത്ര എണ്ണമുണ്ട്? 6 പെയേഴ്സ്, 6 ജോഡികൾ. അപ്പോൾ നമ്മുടെ സംഖ്യകൾ തുല്യമാകാനുള്ള സാധ്യത, സെയിം ഡിജിറ്റ്സ് പ്രോബബിലിറ്റി 6 ബൈ ആകെ 36. അപ്പോൾ നമുക്ക് 1/6 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ സാധ്യത 1/6 ബിയുടെ ഉത്തരമായി. ഇനി തുക 10 ആകാനുള്ള സാധ്യത. ഒന്നാമത്തെ ഡൈസിൽ നിന്നും 1 കിട്ടുന്നതെങ്കിൽ ഇതിനോട് 9 കൂട്ടണം. അത് ഇതിലില്ല, അതുകൊണ്ട് പറ്റില്ല. 2, 8 ഇല്ല. 3, 7 ഇല്ല. 4, 6 കൂട്ടിയാൽ 10. ഒരു ജോഡി 4, 6. 5 വരുന്നതെങ്കിൽ 5, 5. 6 വരുന്നതെങ്കിൽ 6, 4. അപ്പൊ നമുക്ക് തുക 10 ആകുന്ന 3 ജോഡികളുണ്ട്. അതുകൊണ്ട് സാധ്യത 3/ ടോട്ടൽ ഔട്ട്കംസ് 36. ഇത് 1/12 എന്ന് കിട്ടും. അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി തുക 12 ആകാനുള്ള സാധ്യത. ഓരോ ഡൈസിലെയും പകിടകളിലെയും ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 6 ആണ്. അത് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 12 ആണ്. അപ്പോൾ നമുക്ക് കിട്ടാവുന്ന മാക്സിമം 12 ആണ്. അതുകൊണ്ട് 13 വരുന്ന ജോഡികൾ ഒന്നുമില്ല, 0. അപ്പോൾ പ്രോബബിലിറ്റി, സാധ്യതയും 0 ആയിരിക്കും. പരമാവധി തുക 12 ആണ്. തുക 13 ഇമ്പോസിബിൾ, അസാധ്യമാണ്. അതായത് ഇത് ഒരു ഇമ്പോസിബിൾ ഇവന്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് സാധ്യത, പ്രോബബിലിറ്റി 0. ഇതൊരു നല്ല ചോദ്യമാണ്. ഇനി 25-ാമത്തെ ചോദ്യം നോക്കൂ.
ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക Sn സമം 4n² മൈനസ് 2n. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണ്? ഒന്നാം പദവും പൊതുവ്യത്യാസവും കാണുക. ഒന്നാം പദം കിട്ടാൻ നമുക്ക് എളുപ്പമാണ്. ഒരു പദത്തിന്റെ തുക കാണുക. അതായത് S1 കണ്ടാൽ 4 × 1² മൈനസ് 2 × 1. അപ്പം 4 മൈനസ് 2. ഒരു പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒറ്റ പദമായിരിക്കും. അതായത് ഒന്നാം പദം x1 f എന്നും പറയാം. അപ്പം നമുക്കിവിടെ ഇതെന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പൊതുവ്യത്യാസം വേണമെങ്കിൽ 2 സംഖ്യകൾ ആവശ്യമുണ്ട്. അപ്പം നമുക്ക് ഒരു സംഖ്യ ഇവിടെ ഉണ്ട്. രണ്ടാമത്തെ പദം കിട്ടാൻ 2 പദങ്ങളുടെ തുക കണ്ടുപിടിച്ച് അതിൽ നിന്നും ആദ്യ പദം കുറച്ചാൽ പോരെ? അപ്പോൾ 2 പദങ്ങളുടെ തുക S2 എന്തായിരിക്കും? 4 × 2² മൈനസ് 2 × 2. ഇവിടെ n-ന് 2 കൊടുത്താൽ S2 കിട്ടും. 4 × 4 മൈനസ് 4. 4 4 16 മൈനസ് 4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 12 എന്ന് കിട്ടി. 2 പദങ്ങളുടെ തുക 12. ഓക്കെ, ഇതാ. ഇനി ഒന്നാം പദം പ്ലസ് രണ്ടാം പദം, അതാണ് 12. ഇതിൽ നിന്നും രണ്ടാം പദം x2, 12 മൈനസ് ഒന്നാം പദം. ഒന്നാം പദം 2 ആണ്. അപ്പോൾ 10 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഈ ശ്രേണിയുടെ 10ാം പദം കാണുക. 10ാം പദം കാണാൻ എളുപ്പമാണ്. 10ാം പദം എന്ന് പറഞ്ഞാൽ ഒന്നാം പദത്തിനോട് കൂടി പൊതുവ്യത്യാസം 9 പ്രാവശ്യം കൂട്ടണം. അതായത് 9d കൂട്ടണം. അപ്പോൾ ഒന്നാം പദം 2 പ്ലസ് 9 × പൊതുവ്യത്യാസം. പൊതുവ്യത്യാസം നമ്മൾ കണ്ടുപിടിച്ചോ? പൊതുവ്യത്യാസം നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ ഒന്നാം പദം മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. അപ്പോൾ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം. പൊതുവ്യത്യാസം d എന്ന് പറഞ്ഞാൽ രണ്ടാം പദം മൈനസ് ഒന്നാം പദം. അപ്പോൾ നമുക്ക് രണ്ടാം പദം ഇവിടെ 10 എന്ന് കണ്ടുവച്ചിട്ടുണ്ട്. മൈനസ് ഒന്നാം പദം 2, അപ്പോൾ 8 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ പൊതുവ്യത്യാസം 8. അപ്പോൾ ഒന്നാം ഭാഗം കഴിഞ്ഞു. ഇനി ബി പാർട്ടിൽ 10ാം പദം കാണുക. 10ാം പദം ഒന്നാം പദം പ്ലസ് 9 × പൊതുവ്യത്യാസം 2 പ്ലസ് 9 × 8. 2 പ്ലസ് 72 74 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതൊരു ഇരട്ട സംഖ്യാ ശ്രേണിയാണോ എന്ന്, ഇരട്ട സംഖ്യാ ശ്രേണി ആണ് എന്ന് തെളിയിക്കുക. പ്രൂവ് ഓൾ ടേംസ് ആർ ഈവൻ. ഇതൊരു ഇരട്ട സംഖ്യാ ശ്രേണി ഈവൻ ആണെന്ന് തെളിയിക്കാൻ നമുക്ക് ഇവിടെ n-ാം പദം കണ്ടുപിടിക്കാം. n-ാം പദം കാണാൻ എന്താണ് ചെയ്യേണ്ടത്? dn പ്ലസ് f മൈനസ് d. അപ്പം നമുക്ക് d എത്രയാണ്? 8. n പ്ലസ്
ഒന്നാം പദം 2 മൈനസ് 8. അപ്പൊ ഇത് നമുക്ക് 8n മൈനസ് 6 എന്ന് എഴുതാം അല്ലേ? ഇനി നമുക്ക് കൂട്ടുകാരെ ഇതിൽ നിന്നും 2നെ പുറത്തെടുക്കൂ. 2 ഇൻറ്റു 4n മൈനസ് 3. 2നെ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഇരട്ട സംഖ്യയായിരിക്കും. എന്നാം പദം ഒരു ഇരട്ട സംഖ്യ എന്ന് കിട്ടി. അതിന്റെ അർത്ഥം ഈ ശ്രേണിയിലെ എല്ലാവരും ഇരട്ട സംഖ്യയാണ്. nth term is an even number, so all terms are multiples of 2. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. xn സമം 2 ഇൻറ്റു 4n മൈനസ് 3. ഇത് 2ന്റെ ഗുണിതമായതിനാൽ പദങ്ങളെല്ലാം ഇരട്ട സംഖ്യകളാണ്. Since it is a multiple of 2, all terms are even. Okay? ഇനി 26ാമത്തെ ചോദ്യം. ഇതൊരു ജോമെട്രിക്കൽ പ്രോബ്ലമാണ്, ജോമിതീയ ചോദ്യമാണ്. ചിത്രത്തിൽ O വൃത്തകേന്ദ്രമാണ്. AB വൃത്തത്തിന്റെ വ്യാസവും. AB is diameter. CD വൃത്തത്തിലെ 2 ബിന്ദുക്കളാണ്. 2 points are C and D. കോൺ AOC 60 ആയാൽ AOC ഇത് 60 ഡിഗ്രി ആയാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കോൺ ABC എത്ര? ABC എന്ന് പറയുമ്പോൾ ഇതാണ്, ഇത് കാണണം. അപ്പോ നമുക്ക് ചിത്രം ഒന്ന് പരിശോധിക്കാം. കൂട്ടുകാരെ, ഈ ചിത്രത്തിൽ AOC അതൊരു കേന്ദ്രകോണാണ്, സെൻട്രൽ ആംഗിൾ ആണ്. ആരുടെ? ഈ ചെറിയ AC എന്ന് പറയുന്ന ചാപം ആർക്കിന്റെ, ചെറിയ AC ആർക്കിന്റെ സെൻട്രൽ കോണാണ് AOC, കേന്ദ്രകോൺ. അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് ആർക്ക്, മറുചാപം ഏതാണ്? ADC. മറുചാപത്തിലെ കോണുകൾ കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും. അതോർക്കുക. മറുചാപത്തിലെ ഓപ്പോസിറ്റ് ആർക്ക്, the angle in the opposite arc is half the central angle of this arc. അപ്പം നമുക്ക് എന്ത് കിട്ടും? ശ്രദ്ധിക്കൂ. ADC അത് ഈ ചാപത്തിന്റെ അറ്റങ്ങൾ ചേർന്ന കോണാണ്. അതേപോലെ ABC അതും അതെ, അത് രണ്ടും മറുചാപത്തിലെ കോണാണ്. അപ്പോൾ ഇവിടെ കോൺ ABC അത് 60ന്റെ പകുതി 30 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെ നോക്കുമ്പോൾ ബോണസായി നമുക്ക് എന്തുകൂടി കിട്ടി? ADC 30 എന്നുകൂടി കിട്ടി. അത് നമുക്കിവിടെ എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഒന്നാമത്തെ പാർട്ട് കേന്ദ്രകോണിന്റെ പകുതി, ഹാഫ് ഓഫ് സെൻട്രൽ ആംഗിൾ 30 ഡിഗ്രി, അത് കിട്ടി. ഇനി ബി പാർട്ട് എന്താ? കോൺ ADC എത്ര? അതാണ് നമ്മളിവിടെ കണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? കോൺ ADCയും
കോൺ എ ബി സിയും ഒരേ ചാപത്തിലെ കോണുകളാണ്. അത് തുല്യമായിരിക്കും. ADC and ABC are angles in same segment, so they are equal. അപ്പൊ നമുക്ക് ADC സമം ABC സമം 30 എന്ന് കിട്ടി. ഓക്കെ, അല്ലെങ്കിൽ കേന്ദ്രകോണിന്റെ പകുതി എന്ന ആശയം പറഞ്ഞാലും മതി. ഇനി അടുത്തത് എന്താണ് നോക്കൂ. കോൺ BDC എത്ര? അതേതാ സംഭവം? BDC ഈ ചെറിയ ഭാഗം. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഐഡിയ ഉപയോഗിക്കാം. അതായത് ഇവിടെ കോൺ ADB നോക്കൂ. കോൺ ADB അതിന്റെ അറ്റങ്ങളായ എയും ബിയും ചേരുമ്പോൾ എന്താണ്? അത് വ്യാസം കിട്ടുന്നുണ്ട്. അപ്പോൾ ADB ഒരു അർദ്ധവൃത്തമാണ്, സെമി സർക്കിൾ. കോൺ ADB അർദ്ധവൃത്തത്തിലാണ്, സെമി സർക്കിളിലാണ്. അതുകൊണ്ട് 90 ഡിഗ്രിയാണ്. അർദ്ധവൃത്തത്തിലെ കോൺ, ആംഗിൾ ഇൻ സെമി സർക്കിൾ ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പൊ നമുക്ക് ADB 90 എന്ന് കിട്ടി. ADC നമ്മൾ 30 എന്ന് കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കോൺ BDC എളുപ്പമായി കണ്ടൂടെ? കോൺ BDC സമം 90. ഇത്രയും 90 മൈനസ് 30, 60 ഡിഗ്രി. കോൺ BDC സമം കോൺ ADB മൈനസ് ചെറിയ ഭാഗം കോൺ ADC. അപ്പൊ നമുക്ക് 90 മൈനസ് 30 60 എന്ന് കിട്ടി. അപ്പൊ സിയുടെ ഉത്തരവുമായി. ഇനി ഡി എന്താണ്? കോൺ ADC പ്ലസ് കോൺ ABC എത്ര? ADC 30 പ്ലസ് ABC അതും നേരത്തെ നമ്മൾ 30 എന്ന് കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ? എന്താ? അപ്പൊ നമുക്ക് 60 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ 4 ചോദ്യങ്ങളുടെയും ഉത്തരമായി. ഇവിടെ ഉപയോഗിച്ച 3 കോൺസെപ്റ്റ്സ്, ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു ചാപത്തിന്റെ കേന്ദ്രകോൺ x ഡിഗ്രി ആണെങ്കിൽ മറുചാപത്തിലുള്ള കോൺ x/2 ഡിഗ്രി ആയിരിക്കും. മറുചാപത്തിലെ ഏത് കോണും x/2 ആയിരിക്കും. ഇനി രണ്ടാമത് നമ്മൾ ഉപയോഗിച്ചത് ഒരു ചാപത്തിലെ എല്ലാ കോണുകളും ഒരേ അളവായിരിക്കും. മൂന്നാമത് നമ്മൾ ഉപയോഗിച്ചത് അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണായിരിക്കും. ഈ 3 ആശയങ്ങൾ ഉപയോഗിച്ചാണ് ഈ പ്രോബ്ലം നമ്മൾ ചെയ്തത്. ഇനി 27ാമത്തെ ചോദ്യം നോക്കൂ. 3ന്റെ ഗുണിതങ്ങളായ എല്ലാ രണ്ടക്ക സംഖ്യകളുടെയും ശ്രേണി പരിഗണിക്കുക. അപ്പൊ നമുക്ക് ആദ്യം 3ന്റെ ഗുണിതങ്ങളായ രണ്ടക്ക സംഖ്യകളുടെ ശ്രേണി എഴുതണം. അപ്പോൾ ആദ്യത്തെ രണ്ടക്ക സംഖ്യ ഏതാണ്? 10 ആണ്. 10നെ 3 കൊണ്ട് ഹരിച്ചാൽ 3 × 3 9, റിമൈൻഡർ ശിഷ്ടം 1. ഇതിനോട് എത്ര കൂട്ടിയാലാണ് 3 ആവുന്നത്? 2. അതുകൊണ്ട് 10 + 2 12. അതായിരിക്കും ആദ്യത്തെ 3ന്റെ ഗുണിതം. ഓക്കെ, ഇനി
രണ്ടക്ക സംഖ്യ, അവസാനത്തെ രണ്ടക്ക സംഖ്യ 99 ആണ്. അതിനെ 3 കൊണ്ട് ഹരിക്കുക. 3 × 3 9, 0 9, 3 9, റിമൈൻഡർ 0 ആണ്. അതുകൊണ്ട് ലാസ്റ്റ് 2-digit നമ്പർ ഡിവിസിബിൾ ബൈ 3. അവസാനത്തെ 3ന്റെ ഗുണിതം, രണ്ടക്ക ഗുണിതം 99 ആണ്. അപ്പൊ നമുക്ക് ശ്രേണി സീക്വൻസ് എങ്ങനെ എഴുതാം? ആദ്യം ശ്രേണി എഴുതാം. ശ്രേണിയിലെ ഒന്നാം പദം എത്ര കിട്ടി? 12 എന്ന് കിട്ടി. 12, പിന്നെ 3 കൂട്ടുക, 15, 18, അങ്ങനെ 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 അവസാനം 99. ഇതാണ് എന്ത്? 3ന്റെ ഗുണിതങ്ങളുടെ ശ്രേണി. ഓക്കെ, ദ സീക്വൻസ് ഓഫ് ഓൾ 2-digit മൾട്ടിപ്പിൾസ് ഓഫ് 3. എന്നിട്ട് 12, 15, 18 up to 99. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് ഒന്നാമത്തെ ഭാഗം, ശ്രേണിയിലെ ആദ്യ പദവും അവസാന പദവും എഴുതുക. ആദ്യ പദം ഇവിടെ ഉണ്ടല്ലോ, 12. ഫസ്റ്റ് ടേം 12. ഇനി അവസാന പദം, ലാസ്റ്റ് ടേം 99, 99. ഓക്കെ, അപ്പോൾ എ പാർട്ടായി. ആകെ എത്ര സംഖ്യകളുണ്ട്? ആകെ എത്ര സംഖ്യകളുണ്ട് അത് കാണാൻ 2 രീതികളുണ്ട്. നമുക്ക് പദങ്ങളുടെ എണ്ണം n സമം അവസാന പദം മൈനസ് ആദ്യ പദം, ശ്രേണിയിലെ ആദ്യ പദം ബൈ പൊതുവ്യത്യാസം +1 ഇതുപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ 99 മൈനസ് ഒന്നാം പദം 12 ബൈ പൊതുവ്യത്യാസം 3ന്റെ ഗുണിതമായതുകൊണ്ട് 3, മൾട്ടിപ്പിൾസ് ഓഫ് 3, അതുകൊണ്ട് 3 പ്ലസ് 1. ഇവിടെ 87/3 പ്ലസ് 1, 29 പ്ലസ് 1, 30 പദങ്ങളുണ്ട്. ഇതില് 30 ടേംസ് ഉണ്ട്. ഓക്കെ, ഇതാണ് ഒരു രീതി. ഈ രണ്ടാമത്തെ രീതി നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഈ ശ്രേണിയുടെ പൊതുരൂപം എഴുതുക. ഈ ശ്രേണിയുടെ പൊതുരൂപം എന്ന് പറയുമ്പോൾ എന്താണ്? xn സമം dn പ്ലസ് f മൈനസ് d. അതായത് പൊതുവ്യത്യാസം എത്ര കിട്ടും? 15, അതന്നെ, രണ്ടാം പദം മൈനസ് ഒന്നാം പദം 15 മൈനസ് 12. 3 ആര്? പൊതുവ്യത്യാസം. 3n പ്ലസ് ഒന്നാം പദം 12 മൈനസ് 3. അപ്പൊ നമുക്ക് 3n പ്ലസ് 9 എന്നാണ് ഇതിന്റെ ബീജഗണിത രൂപം. ഇനി അവസാന പദം 99 എന്നറിയാമല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 3n പ്ലസ് 9 99 ആയാൽ 3n 99 മൈനസ് 9 സമം 90. ഇതിൽ നിന്നും n സമം 90/3 30 എന്ന് കിട്ടും. ഓക്കെ, ഇതും നമുക്ക് ഉപയോഗിക്കാം. 2 രീതിയിൽ ഉപയോഗിച്ചാലും എന്താണ്? 30 കിട്ടുക. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ നമുക്ക് ഇതായിരിക്കും എളുപ്പം. ഓക്കെ, ആകെ എത്ര സംഖ്യകളുണ്ട്? 30. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടാമത്തെ മെത്തേഡാണ്. ആദ്യം ബീജഗണിത രൂപം എഴുതുന്നു, എന്നിട്ട് അതിലെ അവസാന പദത്തിന് 99 കൊടുക്കുന്നു, എന്നിട്ട് n കണ്ടുപിടിക്കുന്നു. ഇനി ഈ സംഖ്യകളുടെ തുക കണക്കാക്കുക. ഈ സംഖ്യകളുടെ തുക വേണമെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 30 പദങ്ങളുടെ തുകയാണ് വേണ്ടത്. s30 സമം n/2 ഇൻറ്റു ഒന്നാം പദം പ്ലസ് n-ആം പദം. ഇതാണ് നമ്മുടെ
ജനറൽ ആയിട്ടുള്ള ഫോർമുല ഇവിടെ n 30 30/2 ഇൻറ്റു ഒന്നാം പദം പ്ലസ് 30-ാം പദം 30-ാം പദം കണ്ടുപിടിക്കണ്ടേ 30-ാം പദം എങ്ങനെ കിട്ടും ഒന്നാം പദത്തിനോട് കൂടി 29 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി 29d കൂട്ടുക അപ്പൊ ഇവിടെ ഒന്നാം പദം നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് 12 പ്ലസ് 29 ഇൻറ്റു പൊതുവ്യത്യാസം 3 ആണ് കാരണം 3ന്റെ ഗുണിതങ്ങളാണ് അപ്പൊ നമുക്ക് ഇവിടെ 12 പ്ലസ് 30 ഇൻറ്റു 3 90 അതിൽ നിന്ന് 3 കുറയ്ക്കുന്നു 87 അയ്യോ ഇങ്ങനെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം ഓൾറെഡി നമുക്ക് 30-ാം പദം അറിയാം ഇതിന്റെ ആവശ്യമില്ല കാരണം 99 ആണ് നമ്മുടെ 30-ാമത്തെ പദം ഓക്കെ അപ്പോൾ ഇത്രയൊന്നും കഷ്ടപ്പെടണ്ട അപ്പോൾ നമുക്ക് ഈ സംഖ്യകളുടെ തുക കണക്കാക്കുക അപ്പോൾ S30 സമം 30/2 ഇൻറ്റു ഒന്നാം പദം പ്ലസ് 30-ാം പദം ഒന്നാം പദം എത്രയാണ് 12 ആണ് 30-ാം പദം 99 ആണ് അപ്പോൾ നമുക്ക് 15 ഇൻറ്റു 111 ഇതാ 15 ഇൻറ്റു 111 അത് ചെയ്താൽ 1665 എന്ന് കിട്ടും ഓക്കെ ഇവിടെ ഒന്നാം പദം നമുക്കറിയാം 30-ാം പദം അറിയാം അതുകൊണ്ട് ഇനി പ്രത്യേകം കണ്ടുപിടിക്കേണ്ട നേരിട്ട് ചെയ്യാം അപ്പൊ നമുക്ക് 1665 എന്ന് കിട്ടി ഇനി ഇതെന്താണ് നാലാമത്തെ ഭാഗം ഈ തുകയോട് 30 കൂട്ടിയാൽ കിട്ടുന്ന തുക എത്ര അത് എളുപ്പമാണ് പുതിയ തുക സമം 1665 പ്ലസ് 30 1695 ഓക്കെ ഇതിപ്പോ 3ന്റെ ഗുണിതമാണ് നമ്മൾ ചെയ്തത് ഇതിൽ പരീക്ഷയ്ക്ക് സാധാരണ രീതിയിൽ 9 11 ഇവയുടെയാണ് സാധാരണ ചോദിക്കാറ് ഇനി 28ാമത്തെ ചോദ്യം നോക്കൂ ഇത് സാധ്യതകളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഒരു പെട്ടിയിൽ 1 മുതൽ 10 വരെയുള്ള സംഖ്യകളും ആദ്യത്തെ പെട്ടി നമുക്ക് ഇങ്ങനെ വെച്ച് 1 മുതൽ 9 വരെ മറ്റൊരു പെട്ടിയിൽ 1 മുതൽ 5 വരെയുള്ള സംഖ്യകളും എഴുതിയ കടലാസുകളുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് 9 എണ്ണം ഇവിടെ 5 എണ്ണം രണ്ടിൽ നിന്നും ഓരോന്ന് എടുക്കുന്നു one slip is drawn from each one ആകെ ജോഡികൾ കാണാൻ ഇതിലെ ഒരെണ്ണത്തിന് ഇവിടെ 5 ജോഡികൾ ഉണ്ടാക്കാം അങ്ങനെ 9 എണ്ണത്തിന് 9 into 5 ആകെ ജോഡികൾ ടോട്ടൽ പെയേഴ്സ് ഈക്വൽ ടു 9 into 5 സോറി 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് തെറ്റിയതാണ് അതെന്താ തെറ്റാൻ കാരണം ഓക്കെ അപ്പൊ ഇവിടെ 1 to 10 അപ്പൊ ഇവിടെ 10 എന്ന് കിട്ടും അപ്പോൾ ഇതിലെ ഒരു സംഖ്യക്ക് ഇവിടെ 5 ജോഡികൾ അങ്ങനെ 10 എണ്ണത്തിന് 10 into 5 ടോട്ടൽ പെയേഴ്സ് 10 into 5 50 തുക 10 ആകാൻ സാധ്യത എത്ര പ്രോബബിലിറ്റി ഓഫ് സം ഈസ് 10 അപ്പൊ ഇവിടെ ഞാൻ 1നോട് 9 കൂട്ടിയാലാണ് 10 കിട്ടുള്ളൂ അതിവിടെ ഇല്ല 2 8 3 7 4 6 5 5 അത് കൊള്ളാം 5 5 10
അപ്പോൾ ഒരെണ്ണമായി. ഇവിടെ 6 ആണെങ്കിൽ 4, 7 ആവുന്ന സമയത്ത് 3, 8 ആവുന്ന സമയത്ത് 2, 9 ആവുന്ന സമയത്ത് 1, 10 ആവുമ്പോൾ 0 ആണ് വേണ്ടത്, അത് ഇവിടെ ഇല്ല. അപ്പൊ നമുക്ക് തുക 10 ആവുന്ന 1, 2, 3, 4, 5 പെയേഴ്സ്, 5 ജോഡികളാണ് ഉള്ളത്. അതുകൊണ്ട് സാധ്യത പ്രോബബിലിറ്റി 5/50, ആകെയുള്ളത് 50. അപ്പോ 5/50 എങ്ങനെ എഴുതാം? 1/10 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് തുക 10 ആകാനുള്ള സാധ്യത സം ഈസ് 10, അതിന്റെ പ്രോബബിലിറ്റി 1/10. ഇത് കിട്ടി. ഗുണനഫലം 15 ആകാൻ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ 10ഉം അവിടെ 5ഉം അല്ലേ ഉള്ളത്. രണ്ടാമത്തേത് നിങ്ങൾ തുടങ്ങാം. ഓക്കെ, 5നോട് എന്ത് ഗുണിച്ചാലാണ് 15 കിട്ടുക? 3 ആണ്. ആദ്യം 3 എഴുതണേ. 3, 5. ഓക്കെ, ഈ 4നോട് എന്ത് ഗുണിച്ചാൽ 15 കിട്ടും? അത് പറ്റില്ല, ശരിയല്ല. 3 × 5 15. ഇവിടുന്ന് 3ഉം അവിടുന്ന് 5ഉം, അപ്പോൾ 5,3. ഓക്കെ, 5 നോക്കി, 4 നോക്കി, 3 നോക്കി, 2 ഇരട്ടസംഖ്യ ആയതുകൊണ്ട് 15 കിട്ടില്ല. പിന്നെ ഉള്ളത് 1 ആണ്. 1നോട് 15 വേണം, അതിവിടെ ഇല്ല. അപ്പം നമുക്ക് ഇവിടെ 3, 5, 5, 3 എന്നീ 2 ജോഡികളായിരിക്കും ഗുണനഫലം പ്രൊഡക്റ്റ് 15 തരുന്നത്. ഇതാ. അപ്പം നമുക്ക് സാധ്യത 2/50, അത് നമുക്ക് 1/25 എന്ന് കിട്ടും. ഓക്കെ, ഇനി രണ്ടും തുല്യമാകാൻ അത് നമുക്ക് എങ്ങനെയാ? ഇവിടുന്ന് 1 ആണെങ്കിൽ അവിടുന്ന് 1, 2, 2, 3, 3, 4, 4, 5, 5. രണ്ടും തുല്യമായ 5 ജോഡികൾ, ബോത്ത് ഈക്വൽ 5 പെയേഴ്സ്. അപ്പോൾ സാധ്യത 5/50, 1/10. ഓക്കെ, ഇത് സാധ്യതകളിൽ നിന്നും എളുപ്പത്തിൽ തന്നെ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. പക്ഷെ ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യുക. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യമായ വശങ്ങൾ വ്യാസമായി വരയ്ക്കുന്ന വൃത്തങ്ങൾ മൂന്നാമത്തെ വശത്തിന്റെ മധ്യബിന്ദുവിൽ കൂടി കടന്നു പോകുന്നുവെന്ന് തെളിയിക്കുക. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു സമപാർശ്വ ത്രികോണം വരയ്ക്കുക. അപ്പൊ ഇവിടെ നമുക്ക് ABC, ഇതെന്താണ്? ഒരു സമപാർശ്വ ത്രികോണമാണെന്ന് വിചാരിക്കും. ഓക്കെ, വരച്ചപ്പോൾ ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇവിടെ ശരിയാണ്. ABC ഒരു സമപാർശ്വ ത്രികോണം, ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഇവിടെ AB എന്താണ്? ACക്ക് തുല്യമാണ്. ഇനി പറയുന്നത് AB വ്യാസം, ഡയാമീറ്റർ ആയിട്ട് ഒരു സർക്കിൾ വരയ്ക്കണം. അതേപോലെ AC വ്യാസമായി ഒരു സർക്കിൾ വരയ്ക്കണം. അതിവിടെ ശരിയായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരച്ചത്. ഇവിടെ എനിക്കൊരു അബദ്ധം പറ്റി, ഇത് ഇത്ര നീളം വേണ്ടായിരുന്നു. ഓക്കെ, ഇതും തുല്യമാണെന്ന് എടുക്കുക, ഇത് തുല്യമല്ല എന്നെടുക്കുക. ഇപ്പൊ 2 വൃത്തങ്ങൾ വന്നു. ഇനി ഇവിടെ 2 വൃത്തങ്ങളും കൂട്ടിമുട്ടുന്ന ഒരു ബിന്ദു ഉണ്ടാവുമല്ലോ. ഇവിടെയാണ് 2 വൃത്തങ്ങളും കൂട്ടിമുട്ടുന്നത്, ഇവിടെയും കൂട്ടിമുട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കൂട്ടിമുട്ടുന്ന ബിന്ദു M എന്നെടുത്താൽ അത് BM സമം MC, മധ്യബിന്ദു ആയിരിക്കും. അതാണ് തെളിയിക്കേണ്ടത്. ഓക്കെ, അപ്പൊ കൂട്ടുകാരെ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് AM വരയ്ക്കുകയാണ്.
AM വരയ്ക്കുക. ഓക്കെ. ഇനി ഇപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ AM വരയ്ക്കുക. അത് ശരിക്കും ലംബാണ്, അവിടെ നിൽക്കട്ടെ. ഇനി ത്രികോണം ABC-യിൽ AB സമം AC. ഓക്കെ. ഇനി AM അല്ല, അത് ലംബമാണ് വരയ്ക്കുന്നത്. ഓക്കെ. ലംബം AM ഈസ് പെർപെൻഡിക്കുലർ ടു BC. ഓക്കെ. സമപാർശ്വ ത്രികോണത്തിൽ ഈ മൂലയിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്നത് എന്തായിരിക്കും? മധ്യബിന്ദു ആയിരിക്കും. ഓക്കെ. ഒരു ഐസോസിലസ് ട്രയാങ്കിളിൽ പെർപെൻഡിക്കുലർ, അതായത് എന്താണ് പെർപെൻഡിക്കുലർ BC-നെ ഈക്വലി ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ AB AC ഇവ തുല്യമാണ്. ഇനി എന്തു ചെയ്തു? ലംബം AM BC-ക്ക് ലംബമായിട്ട് വരച്ചു. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. AM ഈസ് പെർപെൻഡിക്കുലർ ടു BC. AM BC-ക്ക് ലംബമാണ്. ഇനി നമുക്ക് ത്രികോണം ABM എടുക്കാം, അല്ലെങ്കിൽ AMB, എന്തായാലും കുഴപ്പമില്ല. ത്രികോണം AMB നോക്കൂ. അതിൽ കോൺ AMB എടുത്താൽ AB വ്യാസമായതുകൊണ്ട് ഇത് കോൺ AMB അർദ്ധവൃത്തത്തിലെ കോണാണ്. അത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ത്രികോണം AMB-യിൽ കോൺ AMB സമം 90 ഡിഗ്രി. കാരണം അർദ്ധവൃത്തത്തിലെ കോൺ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. കോൺ AMB 90 ഡിഗ്രിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AM BC-ക്ക് ലംബമാണ്. ആ കാരണമാണ് കേട്ടോ. AM BC-ക്ക് ലംബമായതുകൊണ്ട് കോൺ AMB 90 ഡിഗ്രിയാണ്. ഇനി ഇവിടെ കോൺ AMB-യുടെ എൻഡ് പോയിന്റ്സ്, അറ്റങ്ങൾ എയും ബിയുമാണല്ലോ. അത് AB എന്നത് വ്യാസമാണ്. അപ്പോൾ AB വ്യാസമായ വൃത്തത്തിലെ കോണാണ് AMB. അതുകൊണ്ട് ഇതെന്താണ്? അർദ്ധവൃത്തത്തിലെ കോണാണ്, 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. അർദ്ധവൃത്തത്തിലെ കോണ് 90 ഡിഗ്രി ആയതുകൊണ്ട് AB വ്യാസമായ വൃത്തം M-ലൂടെ കടന്നു പോകും. സിൻസ് angle in a semicircle is 90 degree, circle on AB passes through M. ഇതുപോലെ AC വ്യാസമായ വൃത്തവും M-ലൂടെ കടന്നു പോകും. ഓക്കെ. കാരണം AM BC-ക്ക് ലംബമായതിനാൽ കോൺ AMC 90 ഡിഗ്രിയാണ്. ഇനി ഇവിടെ എന്താണ്? AC വ്യാസമായ അർദ്ധവൃത്തത്തിലെ കോണാണ് AMC. അതുകൊണ്ട് M ഈ വൃത്തത്തിലൂടെയും കടന്നു പോകും. AC വ്യാസമായ വൃത്തവും M-ലൂടെ കടന്നു പോകും. അപ്പൊ നമുക്ക് അങ്ങനെ കിട്ടി. ഇനി സമപാർശ്വ ത്രികോണത്തിൽ ലംബം എന്ത് ചെയ്യുന്നുണ്ട്? പാദത്തെ സമഭാഗം ചെയ്യും.
അപ്പൊ നമുക്കിവിടെ BM സമം BC എന്നും കിട്ടും. അതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? M എന്നത് BCയുടെ മധ്യബിന്ദുവാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റെപ്പുകൾ. ഇനി 30-ാമത്തെ ചോദ്യം നോക്കൂ. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 6 പദങ്ങളുടെ തുക 90-ഉം ആദ്യത്തെ 12 പദങ്ങളുടെ തുക 360-ഉമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒന്നാം പദവും പൊതുവ്യത്യാസവും കാണുക. കൂട്ടുകാരെ, അത് നമുക്ക് ഇങ്ങനെ ചെയ്യാം. 6 പദങ്ങളുടെ തുക S6 എന്ന് പറഞ്ഞാൽ 6/2 ഇൻറ്റു ഒന്നാം പദം. ഒന്നാം പദം ഞാൻ F എന്ന് എഴുതാണ്. ഇനി ആറാം പദം x1 പ്ലസ് x6 എന്നാണ് വേണ്ടത്. ഒന്നാം പദം പ്ലസ്, ഇനി നമുക്ക് ആറാം പദത്തിനെ ഒന്നാം പദം പ്ലസ് 5D എന്ന് എഴുതിക്കൂടെ? ശ്രദ്ധിക്കുക. ഓക്കെ, ഒന്നാം പദം പ്ലസ് 5D എന്ന് എഴുതിക്കൂടെ? അതായത് നമുക്ക് എന്തെഴുതാം? ആറാം പദം സമം 3 ഇൻറ്റു 2F പ്ലസ് 5D. ഇതെത്ര എഴുതാം? സമം, അത് നമുക്ക് തന്നിട്ടുണ്ട്, 90. ഇതിൽ നിന്നും നമുക്ക് 2F പ്ലസ് 5D സമം 90/3 എന്ന് എഴുതാമല്ലോ. 30 എന്ന് എഴുതാം. ഓക്കെ, ഇത് നമുക്ക് സമവാക്യം 1 എടുക്കാം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ആദ്യത്തെ 12 പദങ്ങളുടെ തുക 360 ആണ്. 12 ഇതേപോലെ ചെയ്യാം. ഇതേപോലെ ചെയ്യുമ്പോൾ S12 സമം 12/2 ഇൻറ്റു ഒന്നാം പദം പ്ലസ് 12-ാം പദം. ഒന്നാം പദം F എന്നും 12-ാം പദം ഒന്നാമത്തെ പദം പ്ലസ് 11 പൊതുവ്യത്യാസം 11D. അപ്പൊ നമുക്ക് 6 ഇൻറ്റു 2F പ്ലസ് 11D അല്ലേ, സമം എത്രയാ? 360. ഓക്കെ, ഇതിൽ നിന്നും 2F പ്ലസ് 11D സമം 360/6. അപ്പൊ നമുക്ക് 2F പ്ലസ് 11D സമം 60 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി കൂട്ടുകാരെ, സമവാക്യം 2-ൽ നിന്നും സമവാക്യം 1 കുറയ്ക്കൂ. അപ്പൊ നമുക്ക് 2F മൈനസ് 2F ക്യാൻസൽ ആയി പോയി. 11D മൈനസ് 5D 6D എന്ന് കിട്ടും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സമം 60 മൈനസ് 30 എത്രയാ? 30. അപ്പൊ നമുക്ക് 6D 30 ആണെങ്കിൽ D എന്തായിരിക്കും? 30/6 5 എന്ന് കിട്ടി. അപ്പൊ നമുക്കിവിടെ പൊതുവ്യത്യാസം D സമം 5 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഒന്നാം പദം എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. എന്ത് ചെയ്യാം?
ഡി സമം 5 എന്ന് സമവാക്യം ഒന്നിൽ കൊടുത്താൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഡി ഈക്വൽ ടു 5 in 1. അപ്പം നമുക്ക് 2 ഇൻറ്റു എഫ് 2f പ്ലസ് 5 ഇൻറ്റു 5 25 സമം 30. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും 2f ഈക്വൽ ടു 30 മൈനസ് 25 5. അപ്പൊ എഫ് എന്ത് കിട്ടും? 5/2 2.5. ഓക്കെ, അപ്പോൾ ഒന്നാം പദം 2.5ഉം പൊതുവ്യത്യാസം ഡി ഈക്വൽ ടു 5ഉമാണ്. ഇനി ശ്രേണിയുടെ n-ാം പദം എഴുതുക. ശ്രേണിയുടെ n-ാം പദം എഴുതാനുള്ള സമവാക്യം എന്താണ്? n-ാം പദം dn പ്ലസ് എഫ് മൈനസ് ഡി. അപ്പൊ നമുക്ക് 5n പ്ലസ് 2.5 മൈനസ് 5. അപ്പൊ നമുക്ക് 5n 5ന്ന് 2.5 കുറച്ചാൽ 2.5 വലുത് മൈനസ് ആണ്, അതുകൊണ്ട് മൈനസ് 2.5. ഓക്കെ, അപ്പോൾ xn സമം 5n മൈനസ് 2.5. ഓക്കെ ആണല്ലോ. n-ാം പദം xn സമം 5n മൈനസ് 2.5. ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? ആദ്യത്തെ n പദങ്ങളുടെ തുകയുടെ ബീജഗണിത രൂപം കാണുക. റൈറ്റ് Sn. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം. n-ാം പദം സമം n പദങ്ങളുടെ തുക സമം n/2 ഇൻറ്റു ഒന്നാം പദം പ്ലസ് n-ാം പദം. അപ്പോൾ n/2 ഇൻറ്റു 2.5 ഒന്നാം പദം അല്ലേ, 2.5. ഓക്കെ, പ്ലസ് n-ാം പദം ഇവിടെ എത്രയാണ്? 5n മൈനസ് 2.5. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? n/2 ഇൻറ്റു 2.5ഉം മൈനസ് 2.5ഉം ക്യാൻസലായി 5n. നമുക്ക് 5/2 n². ഒന്ന് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ 5/2 എത്രയാ? 2.5 n². ഓക്കെ, അപ്പൊ ഉത്തരം 5/2 n² അല്ലെങ്കിൽ 2.5 n². കിട്ടിയില്ലേ? ഓക്കെ, കൂട്ടുകാരെ, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. അങ്ങനെ പാർട്ട് 2-ലെ പ്രധാനപ്പെട്ട 15 ചോദ്യങ്ങളും നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അടുത്ത ഭാഗത്തിൽ പാർട്ട് 3-ൽ അടുത്ത 15 ക്വസ്റ്റ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. Stay tuned for part 3, questions 31 to 35. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് ഇതിനെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. ബൈ.